ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ജിനോഷ്. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രാബ് കറി, ഞണ്ട് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട് ഞാനിവിടെ 1 കിലോ ഞണ്ട് കഴുകി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടി സബോള, ചെറുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, 2 പച്ചമുളക് എന്നിവയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണ്. ചോറിനെക്കാട്ടി ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ. അപ്പം, കപ്പ, പാലപ്പം, ഇടിയപ്പം, ചപ്പാത്തി എല്ലാം അതിന് വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചട്ടി അടുപ്പ് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. സബോള എല്ലാം നന്നായിട്ട് നമുക്ക് ആ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റാം. അതിലേക്ക് ഒരു ആവശ്യത്തിന് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അത് വീണ്ടും നമുക്ക് നന്നായിട്ട് വഴറ്റാൻ വെക്കാം. വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ എല്ലാവരും കയറി കാണാൻ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതിലേക്ക് ഇനി ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഞാൻ 1 കിലോ ഞണ്ടായതുകൊണ്ട് തന്നെ ഒരു 3-4 വലിയ സ്പൂൺ മുളക് പൊടി ചേർത്തു. ഒരു 2 വലിയ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി വേണം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. ഇതെല്ലാം നന്നായിട്ട് ഇളകി വരുമ്പോഴേക്കും ഞാൻ 2 കുടമ്പുളി ചേർത്തിട്ടുണ്ട്. അസിഡിറ്റി സംബന്ധമായ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതിരിക്കാനാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട്. ബാക്കി അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പച്ച കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് അപ്പത്തിൻ്റെ പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം ഒന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.